Hello friends, welcome to Toppers World. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഗണിതത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ പാഠം രൂപങ്ങൾ വരയ്ക്കാനുള്ള ഫസ്റ്റ് പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അതായത് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഓണപരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തി. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാമത്തെ പടരൂപങ്ങൾ വരയ്ക്കാനുള്ള ചാപ്റ്ററിൽ ഇന്ന് വളരെ ചോദിക്കാൻ സാധ്യത വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ അത് 2 ചാപ്റ്റേഴ്സും നന്നായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 20 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ പ്രവർത്തനം ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രവർത്തനം 1, ഏതെല്ലാം രൂപങ്ങൾ സ്കൂൾ ഗണിത ലാബിൽ നിന്നും ലഭിച്ച രൂപങ്ങൾ ചേർത്ത് വെച്ച് നമിത തയ്യാറാക്കിയ ചിത്രമാണിത്. അപ്പൊ ചിത്രം കണ്ടില്ലേ? ചിത്രത്തിൽ ഏതെല്ലാം രൂപങ്ങളുണ്ട്, പേര് എഴുതണം കേട്ടോ. അതായത് ഏതൊക്കെ രൂപങ്ങളാണെന്നുള്ള പേര് കോമയിട്ട് ഏതൊക്കെയാണെന്നുള്ള പേര് എഴുതുക, രൂപങ്ങളുടെ പേര് എഴുതുക. അടുത്ത ബി ഭാഗത്ത് ബി ക്വസ്റ്റ്യൻ എന്താ, ഓരോ രൂപവും എത്ര എണ്ണം വീതമുണ്ട്, അതായത് ഓരോ രൂപങ്ങളും എത്ര എണ്ണം വീതമുണ്ടെന്ന് ആ രൂപത്തിന്റെ പേര് രൂപത്തിന്റെ പേര് എത്ര എണ്ണം അങ്ങനെ എഴുതൂ കേട്ടോ. അങ്ങനെ എഴുതുക. അപ്പൊ എയും ബിയും 4 മാർക്കിന്റെ ചോദ്യമാണ്, 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 2. അടുത്ത ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. 4 ചിത്രം വരയ്ക്കുന്ന പാറ്റേൺ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, തുടർച്ചയായി വരുന്ന അടുത്തടുത്ത ചിത്രങ്ങൾ വരയ്ക്കുക. 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രം വരയ്ക്കുന്ന പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ സിമ്പിൾ അല്ലേ? കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. വളരെ സിമ്പിൾ ആണ് നമ്മൾ കരുതും, പക്ഷെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒരു ചോദ്യം എക്സാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്തത് 3ാമത്തെ ചോദ്യം, വട്ടം, ത്രികോണം, ചതുരം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക. അതായത് ഏതൊക്കെ ഉൾപ്പെടുത്തണം, വട്ടം, ത്രികോണം, ചതുരം, ഈ 3 രൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് എന്ത് വരയ്ക്കാൻ പറയണത്, ഒരു ചിത്രം വരയ്ക്കാൻ പറയണത് അല്ലേ? അപ്പൊ ഈ 3 രൂപങ്ങളും ഉൾപ്പെടുന്ന എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരു ചിത്രം വരയ്ക്കുക, നിറം കൊടുക്കുക. അപ്പൊ നിറം കൊടുക്കുമ്പോൾ ഒരേ രൂപത്തിനെല്ലാം ഒരേ നിറം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ആ രൂപങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് വട്ടങ്ങൾക്കെല്ലാം ഒരു നിറം, ത്രികോണത്തിനെല്ലാം ഒരു നിറം, ചതുരത്തിനെല്ലാം ഒരേ നിറം എന്ന രീതിയിൽ എന്ത് ചെയ്യുക, കളർ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ രൂപങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? ഇതും എന്താ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ് കേട്ടോ. 3ാമത്തെ പ്രവർത്തനം 3 മാർക്കിന്റെ ചോദ്യമാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് വരച്ചിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നിറമൊക്കെ കൊടുക്കുക. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക അല്ലേ. 4ാമത്തെ പ്രവർത്തനം, താഴെ കൊടുത്ത പ്രകാരം നിറം കൊടുത്ത് ചിത്രം മനോഹരമാക്കും. അപ്പൊ ഇവിടെ നോക്കൂ, 3 രൂപമുണ്ട് അല്ലേ? അതായത് ചതുരമുണ്ട്, വട്ടമുണ്ട്, ത്രികോണമുണ്ട്. അപ്പൊ ഇതില് നോക്കൂ, ഈ ആനക്കുട്ടീന്റെ ചിത്രത്തിന്റെ ഉള്ളില് 3 രൂപങ്ങളും ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട് അല്ലെ? 3 രൂപവും ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. ചിത്രത്തിലെ രൂപങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തി എഴുതുക. എന്നിട്ട് ഈ അടുത്ത് കാണുന്ന ഇതിൽ കണ്ടില്ലേ, ഈ ചതുരത്തിനകത്ത് ഈ ആനക്കുട്ടീൻ്റെ ഉള്ളിൽ എത്ര ചതുരം ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് എണ്ണം എഴുതുക. അപ്പൊ ഈ വട്ടത്തിനകത്ത് എത്ര വട്ടം ഉണ്ടെന്ന് എണ്ണി നോക്കുക, സംഖ്യ എഴുതുക, എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുക. അതേപോലെ ത്രികോണം എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയ ശേഷം ഇവിടെ എന്ത് ചെയ്യുക, സംഖ്യ എഴുതുക. ഓക്കെ. അപ്പൊ എണ്ണം എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചതുരം, വട്ടം, ത്രികോണം എന്ത് ചെയ്യണം, എണ്ണി നോക്കിയ ശേഷം എത്ര എണ്ണം ഉണ്ടെന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. എന്താ 5ാമത്തെ പ്രവർത്തനം, രൂപങ്ങളുടെ പേരെഴുതുക. എന്ത് എഴുതാനാ പറയണത്, രൂപങ്ങളുടെ പേര് അല്ലെ? ഏതൊക്കെ രൂപങ്ങളാണ് നമ്മൾ പഠിച്ചതല്ലേ? ഈ 3 രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പാഠത്തിൽ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ രൂപങ്ങളുടെ പേരെഴുതാൻ, തെറ്റുകൂടാതെ രൂപങ്ങളുടെ പേരെഴുതാൻ കൂടെ നമുക്ക് അറിയണം. അപ്പൊ ഇത്രയുമാണ് 5 പ്രവർത്തനങ്ങളാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 5 പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക്, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക.
അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലായിരിക്കും ടോപ്പേഴ്സ് വേൾഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ മാത്സ് മാത്രമല്ല നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അതോടെ നമ്മുടെ പ്ലേലിസ്റ്റിന് ലിങ്ക്, എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിന് ലിങ്ക് നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതുപോലെയുള്ള വേറൊരു വീഡിയോയുമായി വരാം. താങ്ക് യു.